Hello students, then we can discuss about the topic ABC analysis. ABC analysis is one of the important material management techniques. ABC means always better control. Stores maintain and handle different quantities of material with different cost or values. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്റ്റോറിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. പല മെറ്റീരിയലിനും പല വാല്യൂ ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം പലതരം മെറ്റീരിയൽ ഉണ്ട്, പലതിനും പല വാല്യൂ ആണ്. In the ABC analysis, the stores are divided into three categories on the basis of their values and quantities handled by the store. ഇപ്പോൾ ഈ ABC അനാലിസിസ് അനുസരിച്ച് നമ്മൾ ഈ സ്റ്റോറുകളെ, ഈ മെറ്റീരിയലുകളെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. സേ ABC. This is divided on the basis of their values and quantities handled by the store. നമ്മൾ ഈ മെറ്റീരിയലിനെ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. പല മെറ്റീരിയൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ചിലതിന് ഭയങ്കര വിലയായിരിക്കും അല്ലെ, ഹൈ കോസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. ചിലത് മീഡിയം വാല്യൂ ആയിരിക്കും, മറ്റു ചിലത് വളരെ ചെറിയ കോസ്റ്റ് വരുന്ന മെറ്റീരിയൽ ആയിരിക്കും. ചില മെറ്റീരിയൽ നമ്മൾ വളരെ അധികം നമ്മൾ കൺസ്യൂം ചെയ്യും പ്രൊഡക്ഷനിൽ, എന്നാൽ ചില മെറ്റീരിയലിൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പം അതിൻ്റെ ബേസിൽ മെറ്റീരിയലിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ ആൻഡ് ക്വാണ്ടിറ്റി ദ മെറ്റീരിയൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു ABC. The category A material consists of high value material, but it constitutes a small percentage of total handling of material. ഇപ്പോൾ കാറ്റഗറി എ മെറ്റീരിയൽ എന്ന് പറയുന്നതിന് ഹൈ കോസ്റ്റ് മെറ്റീരിയൽ ആണ്, ഭയങ്കര വില കൂടിയ മെറ്റീരിയലിനെയാണ് കാറ്റഗറി എ മെറ്റീരിയൽ എന്ന് പറയാം. നമുക്കറിയാം വളരെയധികം വില കൂടിയ മെറ്റീരിയൽ നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് സ്റ്റോറിൽ കീപ്പ് ചെയ്യുള്ളൂ അല്ലേ. നമ്മുടെ മൊത്തം സ്റ്റോക്കിന്റെ ചിലപ്പോൾ വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് ഇത് ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന് കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ദീസ് ആർ ഹൈ പ്രൈസ്ഡ് മെറ്റീരിയൽ and important item. It may constitute 70% of the value of the stores, but it consists of 10% of the total material handled. ഈ എക്സാമ്പിൾ പറയുന്നത് നോക്കാം നമുക്ക്. ഈ മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 70% കോസ്റ്റ് വരുന്നത് ഈ കാറ്റഗറി എ മെറ്റീരിയലിനായിരിക്കും. ഭയങ്കര ഹയസ്റ്റ് പ്രൈസ് വരുന്ന മെറ്റീരിയലാണ്. പക്ഷെ അത് സ്റ്റോറിന്റെ മൊത്തം മെറ്റീരിയലിന്റെ നിയർലി എബൌട്ട് 10% മാത്രമേ ഉണ്ടാവും. എണ്ണത്തിൽ അത് കുറവായിരിക്കും, പക്ഷെ അത് വാല്യൂ കൂടുതലുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയുള്ള മെറ്റീരിയലാണ് കാറ്റഗറി എയിൽ വരുന്നത്, ഹൈ കോസ്റ്റ് മെറ്റീരിയൽ. Then category B consists of material which constitute more or less the same percentage of value and handling of material. Relatively less important material, example 20% of the value of stores and 20% of the handling. കാറ്റഗറി ബി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വില കുറഞ്ഞ മെറ്റീരിയൽ ആണ്. അതിന് പ്രൈസ് അത്ര അധികം പ്രൈസ് ഉണ്ടാവില്ല. മൊത്തം സ്റ്റോറിന്റെ ഒരു 20% പ്രൈസ് വരുന്ന മെറ്റീരിയൽസ് ആണ്. മിഡിൽ ലെവലായിട്ടുള്ള പ്രൈസുകളാണ് കാറ്റഗറി ബിയിലുള്ള മെറ്റീരിയൽ. അത് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ അങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കും. Then category C materials are the materials of less value but constitute a major part of the material handled by the store. Example 10% value but 70% of the total material handled. അപ്പോൾ കാറ്റഗറി സി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് മെറ്റീരിയൽ ആണ്, പക്ഷെ അത് പ്രൊഡക്ഷനിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കും. 70% നമ്മൾ ചിലപ്പോൾ ഈ ലോ കോസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷെ മൊത്തത്തിലുള്ള വാല്യൂവിന് അതിന് 10% മാത്രമാണ് അതിന് വാല്യൂ. മൊത്തം മെറ്റീരിയൽ 10% വാല്യൂ മാത്രമാണ് ഇത്രയുള്ള മെറ്റീരിയലിന് ഉണ്ടാവുള്ളൂ. വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. Such an analysis is called ABC analysis. Stock control according to value method, always better control method or proportional parts value method. അപ്പോൾ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് നമ്മൾ ABC-നെ പറഞ്ഞത്. ഈ ടെക്നിക്ക് അനുസരിച്ച് മെറ്റീരിയലിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ബേസ്ഡ് ഓൺ ദ മണി വാല്യൂ ഓഫ് കൺസംഷൻ. മണി വാല്യൂവിന്റെ ബേസിൽ ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ ABC എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കാറ്റഗറി എ ആണ് ഹൈ കോസ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഗിവൺ ഇമ്പോർട്ടൻസ് ടു കൺട്രോൾ ദ മെറ്റീരിയൽ എ, ദെൻ ബി ആൻഡ് ദെൻ സി. അപ്പോൾ ലോവസ്റ്റ് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഓൺ കാറ്റഗറി സി മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള മെറ്റീരിയലിന് ഏറ്റവും കൂടുതൽ കൺട്രോൾ കൊടുക്കാം. ബി കാറ്റഗറിക്ക് അതിനേക്കാൾ കുറച്ച് താഴെയുള്ള ഒരു കൺട്രോൾ നമുക്ക് അതിന്മേൽ എക്സർസൈസ് ചെയ്യാം. ഏറ്റവും കുറച്ച് കൺട്രോൾ എന്തിന്മേൽ മതി? കാറ്റഗറി സി മെറ്റീരിയലിന്മേൽ മതി. ഈ ഒരു ടെക്നിക്കിനെ നമ്മൾ പറയുന്നതാണ്
control by importance and exception. We can concentrate more on the high cost material, that is mean by the CIE or importance and exception എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാനേജ്മെന്റിന് ഹൈ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ABC എന്ന് തിരിക്കുകയാണെങ്കിൽ ഹൈ കോസ്റ്റ് മെറ്റീരിയൽ എയിലാണ്, അതിനേക്കാൾ കുറച്ച് താഴെ വരുന്നതാണ് B മെറ്റീരിയൽ, C എന്ന് പറയുമ്പോൾ ലോ കോസ്റ്റ് ആണ്. ഇങ്ങനെ നമ്മൾ തരം തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നിനും തിരിച്ച് കൺട്രോൾ കൊടുക്കാനായിട്ട് പറ്റും. വി ക്യാൻ കൺട്രോൾ മോർ ഓൺ material A. All types of material control, purchase, issue and stores are strictly applied to material belonging to category A. എല്ലാ അർത്ഥത്തിലും ഇഷ്യൂ ചെയ്യുമ്പോഴായാലും റിസീവ് ചെയ്യുമ്പോഴായാലും സ്റ്റോറിൽ എപ്പോഴായാലും നമുക്ക് കാറ്റഗറി എക്ക് നമുക്ക് കൂടുതൽ കൺട്രോൾ കൊടുക്കാനായിട്ട് പറ്റും. കൺട്രോൾസ് കാറ്റഗറി സി മെറ്റീരിയൽ ലോ കോസ്റ്റ് മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് സ്മോൾ വാല്യൂ ഉള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ അത്രയധികം കൺട്രോൾ അതിന്മേൽ കൊടുക്കേണ്ട കാര്യമില്ല. ദിസ് ഈസ് നോൺ ആസ് ABC analysis, always better control. The next analysis is VED analysis. VED, VED analysis. V stands for vital, E stands for essential, D stands for desirable. VED analysis is primarily used for controlling spare parts. സ്പെയർ പാർട്സുകളുടെ മേലാണ് നമ്മൾ ഈ VED analysis പറയുക. ഇവിടെ സ്പെയർ പാർട്സിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. ഓൺ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് they are divided into 3 categories: vital, essential and desirable. Vital parts are those parts the stock out of which even for a short time will stop production for quite some time, where the cost of stock out is very high. Vital parts എന്ന് പറഞ്ഞാൽ these are essentially needed for the production. Without these spare parts we can't make production. In the absence of vital parts we can stop the production. അപ്പോൾ ഈ വൈറ്റൽ പാർട്ട് എന്ന് പറഞ്ഞാൽ these are essentially needed for the production ആണ്. ഇത് ഇല്ലാതെ നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. These are vital spare parts. Then essential spare parts. In the absence of essential spare parts the production can be done for few hours or for a day. അപ്പോൾ എസെൻഷ്യൽ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആവശ്യമാണ്, ഇറ്റ് ഈസ് നീഡഡ് ഫോർ പ്രൊഡക്ഷൻ, ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി സ്പെയർ പാർട്സ് വി ക്യാൻ കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ ഫോർ മോർ ദാൻ few hours and also one day we can make production without the use of essential parts. Essential parts production ആവശ്യമാണ്, പക്ഷേ ഇത് ഇല്ലെങ്കിലും പ്രൊഡക്ഷൻ നമുക്ക് ഒരു ദിവസം ഒക്കെ വേണമെങ്കിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. Then desirable parts. Desirable parts are needed for the production but we can make production in the absence of we can make production for a week. നമ്മുടെ പ്രൊഡക്ഷൻ ഇന്ന് പോവില്ല. ഡിസൈറബിൾ പാർട്സ് ഇല്ല എങ്കിലും നമ്മളുടെ പ്രൊഡക്ഷൻ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് നടത്താനായിട്ട് പറ്റും. സം സ്പെയർസ് ത്രൂ നെഗ്ലിജിബിൾ വാല്യൂ മേ ബി വൈറ്റൽ ആൻഡ് ദിസ് പ്രോപ്പർ കൺട്രോൾ ഓവർ ദം ഈസ് എസെൻഷ്യൽ. അപ്പോൾ നമ്മളിങ്ങനെ സ്പെയർ പാർട്സിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ അങ്ങനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് ഏതാണ്? വൈറ്റൽ പാർട്സ് ആണ്. അപ്പോൾ വൈറ്റൽ പാർട്സിന്മേൽ നമുക്ക് വി ക്യാൻ എക്സർസൈസ് മോർ കൺട്രോൾ ഓൺ വൈറ്റൽ പാർട്സ് ഓഫ് സ്പെയർ parts, then less control on essential parts and very less control on desirable parts. That is VED analysis. Then the next one is FNSD analysis. FNSD analysis. Materials are categorized in descending order of importance of their usage rates. Then again material is divided into FNSD basis. F stands for fast moving material, S stands for slow moving material, D stands for dead item, then yes, N stands for normal. F stands for fast moving material which are consumed for a short span of time. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ വളരെയധികം ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ പറയുക ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ. ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽസ് ആർ കൺസ്യൂംഡ് ഫോർ ഫാസ്റ്റർ വേ. വളരെയധികം സ്പീഡിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന പെട്ടെന്ന് ഉപയോഗിച്ച് തീർന്നു പോകുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ പറയുക ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ. N stands for normal moving item. This is exhausted over a period of 1 year. നോർമൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റങ്ങളെയാണ് N എന്ന് പറയാം നമ്മൾ. S for slow moving which are not issued at frequent intervals and expected to exhaust over a period of 2 years or more. യെസ് എന്ന് പറയുന്നത് സ്ലോ മൂവിങ് മെറ്റീരിയൽ ആണ്. വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുള്ളൂ. 2 years ഒക്കെ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ദെൻ D stands for ഡെഡ് ഐറ്റം ആണ്.
ദീസ് ആർ ഓൾമോസ്റ്റ് നില്ലാണ്. നമുക്കത് അങ്ങനെ ഒബ്സോളീറ്റ് ഐറ്റങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പം ഇല്ലാത്ത ഐറ്റങ്ങളെയൊക്കെയാണ് നമ്മൾ ഡി എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുക. അപ്പോൾ മെറ്റീരിയലിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫാസ്റ്റ് മൂവിങ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നു, അത് കൺസ്യൂം ചെയ്ത് പോകുന്നു. എൻ എന്ന് പറയുന്നത് നോർമൽ മൂവിങ് ആണ്. ദീസ് ആർ നോർമലി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ 1 ഇയർ. നമുക്ക് വേണമെങ്കിൽ സ്റ്റോറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ലോ മൂവിങ് ഐറ്റം ഓഫ് മെറ്റീരിയൽ വിച്ച് ആർ നോട്ട് റെഗുലർലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് 2 years. D stands for dead item. These are almost nil in the production. We can call it as obsolete item. So we can exercise more control on fast moving material. Slow moving material and D materials can be exercised nil control or less control for the dead moving material. Thank you all.